ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ ദൈവമേ, വളരെയേറെ നന്ദിയുണ്ട്, എൻ്റെ ഭഗവാനെ, എല്ലാം കാത്തുരക്ഷിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ പ്രകാശിൻ്റെ മനസ്സിൽ. ആ സമയത്താണ് കാർത്തിക പ്രകാശിൻ്റെ അടുത്തേക്ക് കയറി വരുന്നത്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ടാണ് കാർത്തിക വരുന്നത്. അപ്പം മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രകാശന് അതിലേറെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ കാർത്തിക ഓടി വന്ന് അച്ഛാന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ പൊന്നും മോളെ, മോള് വരുന്നത് വരെ ഈ അച്ഛന് ആദ്യം വ്യാധിയൊക്കെ ആയിരുന്നു, ടെൻഷൻ അടിച്ച് അച്ഛൻ ഇല്ലാതായി പോയൊരവസ്ഥയിലാണ് ഇവിടെ ഇരുന്നത്. ഇപ്പം മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ്റെ മനസ്സ് നിറഞ്ഞു. മോളെ ഒരുപാട് സന്തോഷമായി. നിങ്ങളെ വിളിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ, പക്ഷെ പോയതല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാവൂലേ, അതൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വിളിക്കാതിരുന്നത്. കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ മോളെ, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അയ്യേ, അച്ഛൻ എന്തിനാ അച്ഛൻ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കല്ലേ ഇവിടം വരെ വന്നത്. അങ്ങനെ വഴിയിലൊന്നും ഒരു തടസ്സം ഉണ്ടായില്ല മോളെ. അതല്ല, എന്നാലും സൂക്ഷിക്കണം. അവൻ എപ്പോഴാണ് വാളെടുത്തോണ്ട് വരുന്നതെന്ന് പറയാനായിട്ട് പറ്റില്ലല്ലോ. നിന്റെയും ദിലീപിൻ്റെയൊക്കെ ജീവിതം സുരക്ഷിതമാവണം, അല്ലെങ്കിൽ ഈ അച്ഛന് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മോളെ കല്യാണം കാണാനുള്ള ഭാഗ്യം ഈ അച്ഛനുണ്ടായി. ഇനി നിങ്ങൾക്കൊരാപത്തും വരാതെ നിങ്ങൾ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാ ഈ അച്ഛൻ്റെ ആഗ്രഹം. അതേപോലെയൊക്കെ സംഭവിക്കും അച്ഛാ. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, അവനൊന്നും ഇനി വരാൻ പോകുന്നു എനിക്ക് തോന്നില്ല, അല്ലെങ്കിൽ എപ്പോഴേ വന്നാനായിരുന്നു എന്നൊക്കെ കാർത്തിക പറയണം. ഇനി അതെല്ലാം വിട്ടേര്. എവിടെ മണവാള ചെറുക്കനെവിടെ? മണവാള ചെറുക്കനൊന്ന് കാണട്ടെ. അച്ഛൻ അവിടെ ഉണ്ട് അച്ഛ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക പ്രകാശനെ വിളിച്ചുകൊണ്ട് നേരെ പോവുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലുവിനെയാണ്. അപ്പോൾ വേലുവിനെ ഒരു മണവാളനെ പോലെ ഒരുക്കുകയാണ് ഇവിടെ കിരൺ. അപ്പോൾ കിരൺ ഇങ്ങനെ മുടിയൊക്കെ ചീകി മുഖത്തൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരുക്കുമ്പോൾ നമ്മുടെ വേലു പറയണം, അയ്യോ സാറേ, എന്തിനാണ് സാറേ സാർ എന്നെ ഒരുക്കുന്നത്? എൻ്റെ ആവശ്യമുണ്ടോ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെന്താടാ ഞാൻ ഒരുക്കിയാൽ? അതെ, അമലുവിനെ കല്യാണിയാണ് ഒരുക്കുന്നത്. അപ്പോൾ നിന്നെ ഞാൻ ഒരുക്കിയാൽ എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? പറയടാ, എന്താ കാര്യമെന്ന് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയ്യോ സാറേ, അതല്ല, നിനക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമായിരിക്കും അല്ലേ? എടാ ഭയങ്കര, അയ്യോ സാറേ, എനിക്ക് ബ്യൂട്ടി പാർലറൊന്നും പോകണ്ട സാറേ. സാറ് എന്നെയൊക്കെ പോലെ ഒരാളെ ഒരുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിന്നെ ഒരുക്കും. അമലുവിനെ കല്യാണി നല്ല സുന്ദരിയായിട്ട് ഒരുക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് മാത്രം മോനെ നീ ചിന്തിച്ചാൽ മതി, കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ സാറേ, എന്നാലും മനസ്സിലൊരു ടെൻഷനൊക്കെ ഉണ്ട് സാറേ. അവൻ എന്നാലും ഈ അമലുവിൻ്റെയൊക്കെ കാര്യം ആലോചിക്കുമ്പോഴേ അമലുവിൻ്റെ മനസ്സ് മാറുമെന്നാണ് എൻ്റെ ഒരു പേടി. ഇല്ലടാ, അമലുവിൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ലെന്നേ. അതല്ല, ഗംഗാപ്രസാദ് വന്നപ്പോൾ അവളുടെ മനസ്സ് മാറിയതല്ലേ, അവൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ സാറേ. പക്ഷേ എന്നിട്ടും അവനെ കണ്ടപ്പോൾ അവളുടെ മനസ്സ് മാറി. ആ ഒരു പേടിയൊക്കെ എൻ്റെ മനസ്സിലുണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ, എല്ലാവർക്കും അങ്ങനെ തന്നെയാടാ. ചില സമയത്ത് മനസ്സുകൾ പെട്ടെന്ന് മാറിപ്പോവും. ചില ആണുങ്ങളാണെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി തന്നെ നടക്കുന്നവരാണ്. നിന്നോട് ഞാൻ ഒരാളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, ഒരു മനോഹരനെ കുറിച്ച്? അയ്യോ എൻ്റെ അമ്മേ, മനോഹരനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ അത്ഭുതമാണ് സാറേ തോന്നുന്നത്. എന്നാലും അയാളെ പോലുള്ള ആൾക്കാരൊക്കെ എത്ര പെണ്ണുങ്ങളെ വളച്ചത്. അതുതന്നെ ഓരോ പെണ്ണുങ്ങളുടെ അടുത്ത് ചെന്ന് ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും പല രീതിയിലാണ് പറഞ്ഞു കൂട്ടുന്നത്. അപ്പോൾ ഇവൻ്റെ ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓരോ പെണ്ണുങ്ങളുടെ മനസ്സ് മാറി വീഴും. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ചീത്തയാണെന്നൊന്നും കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഓരോ ആണുങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് മാറിപ്പോകുന്നതാണോ ഈ പെണ്ണുങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ? നിഷ്കളങ്ക മനസ്സല്ലേ, അവരുടെ മനസ്സ് പെട്ടെന്ന് മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് മനോഹർ ഇത്രയേറെ പെണ്ണുങ്ങളെ അവൻ്റെ വലയിലാക്കിയത്. ലാസ്റ്റ് എന്ത് സംഭവിച്ചു കണ്ടില്ലേ? ഇപ്പം അവൻ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ഇപ്പം സ്വന്തം കുഞ്ഞിനെ പോലും കാണാനുള്ളൊരു ഭാഗ്യം അവനുണ്ടാവാത്തത് കണ്ടോ? അതുകൊണ്ട് ഇനി അമലുവിൻ്റെ മനസ്സൊന്നും മാറില്ല. ഒരു കണക്കിന് ഗംഗാപ്രസാദ് അവളെ സ്നേഹിച്ചു, അവൻ്റെ ചതി എന്താണെന്ന് മനസ്സിലായി. അതേതായാലും നല്ല കാര്യം തന്നെയല്ലേ. ഇനിയൊരു ചതിയിലേക്ക് അവൾ പോകുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇല്ല, അവൾ ഒരിക്കലും നിന്നെ വിട്ട് ഇനി പോകുകയില്ല. പിന്നെ അമലുവിൻ്റെ അമ്മയെ ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നോ സാറേ? കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മായിക്കാണെങ്കിലേ ഭയങ്കര സന്തോഷം തോന്നി.
പിന്നെ ഭർത്താവ് മരിച്ചതല്ലേ, ഭർത്താവ് മരിച്ചിട്ട് അധികം ആയില്ലല്ലോ, അതിനു മുമ്പ് തന്നെ ഈ കല്യാണം നടക്കുന്നൊക്കെ പറഞ്ഞ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ മാമിയോട് സകലമായ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ട എൻ്റെ വേലു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലുവിനെ പറഞ്ഞ് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് നമ്മുടെ അമലുവിനെ കാണിക്കുകയാണ്. അപ്പം അമലുവിനെ ആണെങ്കിലും നമ്മുടെ കല്യാണിയെ സുന്ദരിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പം അമലുവിൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അമലു ഇങ്ങനെ കണ്ണാടി നോക്കി മോന്തയും വിറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണിക്കുന്നത്. അപ്പോൾ കല്യാണി പറയാണ്, ഞാനേ ഇവിടെ എൻ്റെ ചേച്ചിയെ ഒരുക്കിയപ്പോൾ ഈ ഒരു ഭാവം തന്നെയായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല, മുഖത്ത് മുഴുവൻ സങ്കടമായിരുന്നു. ഇപ്പം കണ്ടില്ലേ മുഖത്ത് സന്തോഷിരിക്കുന്നത്. അതേപോലെ അമലു, നിന്റെ കല്യാണമൊക്കെ കഴിയുമ്പോൾ നിന്റെ സങ്കടം എല്ലാം മാറും, നീ സന്തോഷത്തോടെ മതി മറക്കുന്നൊരു ദിവസം വരും അമലു. പിന്നെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കേണ്ടത് നിന്റെയും കൂടി ആവശ്യമല്ലേ, അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ, ഇനി ഈ കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ അമലുവിൻ്റെ അമ്മ വരുന്നത്. അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാരാ വന്നിരിക്കുന്നു നോക്കി അമലു, നിന്റെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം തോന്നി, സന്തോഷമാണോ എന്തെന്നറിയാൻ പാടാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അമലുവിൻ്റെ അമ്മ. അമലുവിൻ്റെ അമ്മ വന്നിട്ട് പോലും അമലു അവിടെ നിന്ന് എണീക്കണില്ല, അവിടെ തന്നെ കസാരയിൽ അങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോൾ അമലുവിൻ്റെ അമ്മയോട് നമ്മുടെ കല്യാണി പറയാണ്, ഏതായാലും അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ മകളുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. അത് നല്ല ഗംഭീരമായിട്ട് നടത്തണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ചില സാഹചര്യങ്ങളൊക്കെ അറിയാലോ, അവൻ ഏത് സമയത്താണ് വരുന്നതെന്ന് പോലും പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഒത്തിരി ആഡംബരത്തോടെ നടത്താതെ കാട്ടിൽ വെച്ചൊരു കല്യാണം, ഈ കാട്ടിലെ കല്യാണം ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ലേ, അപ്പോൾ ആ ഒരു ത്രില്ലിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം ഈ അമ്മയുടെ കണ്ണുകളൊക്കെ നിറയണം. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് ആദ്യം വ്യാധിയൊക്കെ ആയിരുന്നു, അവൾ ഏത് രീതിയിൽ പോകും, അവൾക്ക് ഇനി എങ്ങനെയായിരിക്കും, മോളുടെ അച്ഛൻ മരിച്ചതിൽ അധികം ദിവസം ആയില്ല, എന്നിട്ട് പോലും ഇത്രയും പെട്ടെന്നാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോഴും എനിക്ക് വല്ലാത്ത വേദനയുണ്ട് അമ്മേ. ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും അമ്മ വേദനിക്കേണ്ട ആവശ്യമില്ല, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ആ അച്ഛനും ആഗ്രഹിക്കുന്നത് മകളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടന്ന് കാണണമെന്ന് തന്നെയായിരിക്കും. പിന്നെ വേറെ ആരും അല്ലല്ലോ, വേലു അല്ലേ, വേലു അമലുവിൻ്റെ മുറച്ചെറുക്കനുമാണ്. അപ്പോൾ വേലുമായിട്ടുള്ള കല്യാണം നിങ്ങൾ നേരത്തെ ഉറപ്പിച്ചു വെച്ച കാര്യം തന്നെയല്ലേ. പിന്നെ അമലുവിനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു നോക്കി, നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ജോലികളെല്ലാം ഞാൻ തരാം, സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാന്ന്. പക്ഷേ രണ്ടുപേരും പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാവോ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് ഊര് വിട്ട് എങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല എന്ന്, അവിടെ തന്നെ ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇനിയേ അമ്മയൊന്ന് അമലുവിനൊന്ന് നോക്കിയേ, അമലുവിൻ്റെ ഇപ്പോഴത്തെ ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. പഴയ അമലു ആണെന്നൊന്ന് നോക്കിയേ, അമലു എണീറ്റ് നിന്നേ അമലു എന്ന് പറയാണ്. അങ്ങനെ അമലു എണീറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി. അമ്മ മോളെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ടും കരയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് തൃപ്തിയായില്ലേ, സന്തോഷമായില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ കാർത്തികേച്ചി, ഇവരുടെ കല്യാണം കഴിഞ്ഞാലേ ചേച്ചി ഞങ്ങളുടെ ഒപ്പം അങ്ങോട്ട് പോര്, ഇവരോടൊപ്പം പോയിക്കോ, എന്നിട്ട് കാട്ടിലെ ഹണിമൂൺ ആഘോഷിക്കാം. കാട്ടിലോ? നീ എന്താ ഈ പറയുന്നത്? കാട്ടിലാണ് ഹണിമൂൺ ആഘോഷിക്കുന്നത്? ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കാട്ടില്, അവിടെ തങ്ങാലോ ചേച്ചിക്ക്. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് റിസോർട്ടിൽ തങ്ങുന്നത്, അമലുവിൻ്റെ വീട്ടിൽ തന്നെ തങ്ങിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ കാർത്തികയെ ചോദിക്കാം. അപ്പോൾ കാർത്തിക ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അത് വേണോ ചേച്ചി? ഇപ്പം അമലു ആണെങ്കിൽ അയ്യോ അവിടെ വലിയ സൗകര്യമൊന്നുമില്ല കാർത്തികേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും, ഉള്ള സൗകര്യങ്ങൾ മതിയെന്നേ, ഞങ്ങൾ അത്ര ആഡംബരങ്ങളൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല എന്നൊക്കെ അമ്മയോട് പറയാം. ചേച്ചി അത് വേണ്ട ചേച്ചി, നമുക്ക് ഏതായാലും ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിക്ക് അവിടെ തങ്ങണമെങ്കിൽ അവിടെ റിസോർട്ടിൽ തന്നെ തങ്ങിയാൽ മതി. പിന്നെ ഞങ്ങളോടൊപ്പം പോരാനാണെങ്കിൽ പോന്നോ, അതിന് കുഴപ്പമില്ല. സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിയുടെയും ദിലീപേട്ടൻ്റെയും ഹണിമൂൺ അവിടെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവർ ശരി ഇനിയിപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോകണ്ടേ, സമയമൊക്കെ ആയി എന്നും പറഞ്ഞ് ഇവർ എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ അമ്പലത്തിലേക്ക് ഇറങ്ങി അവിടെ ഒരു നല്ലൊരു അമ്പലം, കാടിൻ്റെ ഉള്ളിൽ എന്ന രീതിയിൽ നല്ലൊരു അതിമനോഹരമായൊരു അമ്പലമാണ് കാണിക്കുന്നത്. അവിടെ ഒരു പൂജാരിയും ഉണ്ട്. അങ്ങനെ പൂജാരി പൂജകളെല്ലാം ചെയ്യുകയാണ് അവിടെ ഇരുന്ന്.
അപ്പോൾ എല്ലാവരും കൂടി അവിടെ വന്ന് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജാരി ഇറങ്ങി വന്ന് പറയണം, നിങ്ങളുടെ അല്ലേ കല്യാണം നടക്കണമെന്ന് പറഞ്ഞത്, അതെ, വരൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. വരൻ ഇതാണ്, വേലു, അവിടെ പോയി നിൽക്ക് വേലു, അമലുൻ്റെ ഒപ്പം പോയി നിൽക്ക്, നീ ഇങ്ങനെ മാറി മാറി നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്, പോയി നിൽക്ക് വേലു എന്ന് പറഞ്ഞപ്പോഴേക്കും വേലുവിന് ഭയങ്കര നാണമൊക്കെ. അങ്ങനെ വേലു നേരെ അമലുവിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും നാണിച്ചാണ് നിൽക്കുന്നത്. ഒന്ന് അടുത്ത് നിൽക്കേണ്ട വേലു, അമലു ഒന്ന് അടുത്ത് നിൽക്ക് എന്നൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ പറഞ്ഞപ്പോഴേക്കും നിൽക്കുകയും ചെയ്യണം. അതെ, അപ്പോൾ പൂജാരി ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അമലുവിൻ്റെ അമ്മ, അവർ രണ്ടുപേരും മുറച്ചെറുക്കനും മുറപ്പെണ്ണും ആണ് തിരുമേനി. ആഹാ, അത് കൊള്ളാലോ, നന്നായി. നിങ്ങൾ രണ്ടുപേരും തമ്മിലല്ലേ കല്യാണം കഴിച്ചത്, പുറത്തുനിന്ന് ആരും വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും നിങ്ങൾ നല്ലതുപോലെ ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്നൊക്കെ തിരുമേനി പറയാണ്. എങ്കിൽ പിന്നെ ആ ചടങ്ങ് നടത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അതെ, ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം, അല്ലെങ്കിൽ അതാകെ പ്രശ്നമാകും, ഇനി വലിയ ദുരന്തം വരാൻ പാടില്ലല്ലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തിരുമേനി ചെയ്യുകയാണ്, പ്രശ്നോ? എന്ത് പ്രശ്നം ഉണ്ടാകാനായിട്ട് പോകുന്നത്? അതെ തിരുമേനി, ഒരാളെക്കുറിച്ച് അറിഞ്ഞല്ലായിരുന്നോ, ഗംഗാപ്രസാദ്, അവൻ്റെ ശല്യം പത്രത്തിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഓഹോ, എനിക്കറിയാം. അവനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അവനെ പേടിച്ചിട്ടാണോ? അതേ തിരുമേനി, അവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെയാണ്. അപ്പോൾ കാദംബരിയും പറയാണ്, അതേ തിരുമേനി, പേടിച്ചിട്ടൊരു രക്ഷയില്ല. ഇപ്പോൾ പോകുന്ന വഴി പോലും ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ രതീഷ് അവിടെ പറയാണ്, പോടാ ഒന്ന്, അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ കാദംബരി, അതൊക്കെ അവസാനിച്ച കേസല്ലേ. ഒന്ന് പോരാ രതീഷേട്ടാ, അവസാനിച്ച കേസെന്നോ? രതീഷേട്ടൻ അങ്ങനെയൊക്കെ പറയും, അവനെ പേടിച്ചിട്ടൊരു രക്ഷയില്ലാതെ നിൽക്കുകയാണ്. ഇല്ല കാദംബരി, ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നേ, ആ കേസ് അങ്ങോട്ട് വിട്ടേര്. ഇപ്പോൾ കിരണാണെങ്കിൽ കണ്ണൊക്കെ ഇറുക്കി കാണിച്ചു കൊടുക്കണം കേട്ടോ, മിണ്ടാതിരിക്കടാ, നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞ് ഇനിയിപ്പോൾ എല്ലാം കൂടി നീ അവസാനിപ്പിക്കുന്ന രീതിയിലാണല്ലോ നീ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ പറയാം. അയ്യോ, ഞാൻ ആ ഒരു ഇതല്ല, അതെ പറഞ്ഞു വന്നത് അവനെക്കുറിച്ച് ഓർത്തിട്ട് എന്തിനാണ് ഇവിടെ ഉള്ളവരുടെ മനസ്സമാധാനം കളയുന്നതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അല്ലാതെ വേറൊന്നും അല്ല എന്ന രീതിയിൽ ഇവിടെ രതീഷ് സംസാരിക്കുകയാണ്. ഇനി ആ ചടങ്ങ് നടക്കാം. അതെ, താലി എടുത്ത് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും കല്യാണി ആ തട്ടിൽ നിന്ന് താലി എടുത്തിട്ട് നമ്മുടെ വേലുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അപ്പോൾ വേലു ആണെങ്കിൽ സന്തോഷത്തോടെ എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് അമലുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുകയാണ്. പക്ഷെ അമലുവിൻ്റെ മുഖത്ത് അപ്പോഴും ഒരു തെളിച്ചുമില്ല. അമലു ആകെ ഡള്ളായിട്ടാണ് നിൽക്കുന്നത്. ഇനി മാല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുള്ളൂ. തുളസി മാല എടുത്ത് കൊടുത്തിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുക. അപ്പോൾ മാല ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും അമലുവിൻ്റെ അമ്മയോട് പറയാണ്, ഇനി അമ്മ വന്ന് രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിപ്പിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മ വന്ന് സന്തോഷത്തോടെ രണ്ടുപേരുടെയും കൈ ചേർത്ത് അങ്ങോട്ട് പിടിപ്പിക്കുകയാണ്. ഇവർക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മുടെ വേലുവാണെങ്കിൽ ഈ അമലുവിൻ്റെ നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു കല്യാണം അവിടെ അതിഗംഭീരമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. ആ കാട്ടിൽ വെച്ച് ഇവർ ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണം. അപ്പം അമലുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഒരു സങ്കടം വരികയാണ്. നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇപ്പോഴൊക്കെ ഈ സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞാലേ അങ്ങ് അപ്പുറം വിലയാണ്. ഒരു പവൻ്റെ സ്വർണം പോലും എടുക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല എൻ്റെ മേഡം. എത്ര പവനാണ് എൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്നത്, അവളുടെ ദേഹത്ത് മുഴുവൻ ഇപ്പോൾ സ്വർണ്ണമല്ലേ സാറേ എത്ര പുകഴ്ത്തിയാലും ഞങ്ങൾക്ക് മതിയാവില്ല എന്നൊക്കെ അമലുവിൻ്റെ അമ്മ പറയാണ്. ഇതെല്ലാം ഞങ്ങൾക്ക് അമലുവിൻ്റെ ചെയ്യുന്ന കടമ തന്നെയാണ്, അതിന് നന്ദി പറച്ചിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞല്ലോ, അതിൽ പരം സന്തോഷമൊന്നും ഞങ്ങൾക്കിനി ലഭിക്കാനില്ല. നിങ്ങൾ സന്തോഷത്തോടെയും സമാധാനത്തോടെ ജീവിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിവിടെ നിന്ന് പുറപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കിരൺ ആണെങ്കിൽ, അതെ തിരുമേനി, ഇനി ഒരു സദ്യ തന്നെയാണേ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി സദ്യ കഴിക്കണം. തിരുമേനിക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് 2-3 പൂജകളും കൂടിയുണ്ട്. ഇവിടെ അമ്പലത്തിൽ വലിയ തിരക്കില്ലെങ്കിലും ഒരാൾക്കാർ വിളിച്ച് പറയും, ഇന്ന പൂജ നടത്തണം, അത് നടത്തണം, ഇത് നടത്തണം എന്നൊക്കെ. അപ്പോൾ അവരുടെ രീതിയിലനുസരിച്ച് ഞാൻ ഈ പൂജകളെല്ലാം ഇവിടെ നടത്താറുണ്ടെന്നൊക്കെ പറയാം. എങ്കിൽ ശരി തിരുമേനി, ഞങ്ങളെന്നാ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.